ഇരിക്കാൻ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ. ക്ഷമിക്കുക, ഒരു തെറ്റുപറ്റിപ്പോയി. എന്നും തെറ്റല്ലേ പറ്റിയിട്ടുള്ളൂ ഇയാൾക്ക്. ആട്ടെ, എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ഞാൻ എൻ്റെ പെങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കി ഇല്ലേ? ക്ഷമിക്കണം ശങ്കരൻകുട്ടി മാഷ്. മൂർഖൻ പാമ്പുകൾക്ക് ക്ഷമാശീലില്ല. വേദനിപ്പിച്ചാൽ അത് കൊത്തും. പണ്ട് രാജിക്കത്തും വലിച്ചെറിഞ്ഞിറങ്ങി പോകുമ്പോ ഇയാൾ എന്നെ വിശേഷിപ്പിച്ചത് അങ്ങനെയല്ലേ, മൂർഖന്. അഹങ്കാരാവാം, പക്ഷെ അത് ഭൂമിയിൽ കാലുകുത്തി നിന്നിട്ടാവണം, ആകാശം ഭേദിച്ചിട്ടാവരുത്. ഒന്നും അഹങ്കാരം കൊണ്ടായിരുന്നില്ല മാഷെ, ഒന്നും. പിന്നെ എന്തത്? എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. പരമേശ്വരൻ ഒന്നും പറഞ്ഞില്ല. വേണച്ച പിടിച്ചോളാം ഈ കാലും. എന്താ മാഷേ ഇത്? എന്റെ പെങ്ങളുടെ ജീവിതം ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഈ മാതിരി വിട്ടിത്താ പറയാ? ഒന്നുമില്ലെങ്കിൽ 4 അക്ഷരം പറഞ്ഞു തന്ന എന്റെ ഗുരുസ്ഥാനം ഇപ്പോഴും കൊണ്ടു നടക്കണ്ട എന്റെ മനസ്സിൽ. അത് വിട്ടിട്ടുള്ള കളിയില്ല പരമേശ്വരന്. എന്താ വേണ്ടത്? എന്റെ ഷാരടി മാഷ്ക്ക് എന്താ വേണ്ടത്? ചോദിക്കേണ്ട താമസേ ഉള്ളൂ. പരമേശ്വരൻ റെഡി. എപ്പോഴാ എവിടെ വെച്ച് അവളുടെ കഴുത്തിൽ ഞാൻ മിന്നു കെട്ടേണ്ടത്? പറയെന്റെ മാഷ്. വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ നാളെ തന്നെ കാറൽ മണ്ണയ്ക്ക് അയക്കാം. അവരൊക്കെ ചേർന്നെടുക്കട്ടെ തീരുമാനങ്ങളൊക്കെ. എന്താ പരമേശ്വര? ഒക്കെ മാഷിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പറഞ്ഞില്ലേ ആർക്കും ഒന്നും പഴച്ചിട്ടില്ലാന്ന്. ഒക്കെ ശരിയാവുന്ന ഞാൻ ശരിയാക്കുന്ന്. ശരിയാക്കി. ഇനി ആരും സങ്കടപ്പെടണ്ട, ആരും ശവിക്കണ്ട. നീ എന്താ പറയണതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഭരത. ശരി, ഞാൻ പറയണതും പ്രവർത്തിക്കുന്നതൊന്നും ആർക്കും മനസ്സിലാവില്ല. അതെന്റെ വിധി. അതുപോട്ടെ, നാളെ തന്നെ അമ്മ ഗോവിന്ദമാമയെ കൂട്ടി കാറൽ മണ്ണയ്ക്ക് പോണം. നടക്കും നമ്മുടെ ഭാമയുടെ കല്യാണം. ഭ്രാന്ത് പറയല്ല, സത്യം ഞാൻ പറയണേ. ആ ശങ്കരൻകുട്ടി മാഷിന്റെ മോന്റെയും കാല് പിടിച്ച് കാര്യം ഞാൻ ഒപ്പിച്ചെടുത്തു. എന്നെ വിശ്വസിക്കണ്ട അമ്മ. വലിയ വേദാന്തിയല്ലേ, വലിയ അറിവുള്ള ആളല്ലേ. മരിക്കാനുള്ള വല്ല മന്ത്രവും പറഞ്ഞു തരാൻ അറിയോ എന്റെ മാഷിന്? വേദനിക്കാൻ വയ്യ, കിടന്ന് പെടയാൻ വയ്യ. മാപ്പ്. എല്ലാ തെറ്റിനും, എല്ലാ മഹാപാപങ്ങൾക്കും മാപ്പ്. ഒന്നും കരുതിക്കൂട്ടി ചെയ്തതല്ല മോളെ ഞാൻ. എല്ലാം അറിയാം ഈശ്വരന്, എല്ലാം. ഇടയ്ക്കൊക്കെ ഇത്തിരി കരയിച്ചു വെച്ചാലും കൈവിടില്ല അദ്ദേഹം നമ്മളെ. എന്താ വിളിച്ചത്? ഒന്നൂടെ വിളിക്കേ, ഒന്നൂടെ അങ്ങനെ വിളിക്കും മീര. ജഗദ്ഗുരു ശങ്കരാചാര്യ.
അച്ഛൻ എണീറ്റെന്നാ തോന്നണേ. വരാം, പിന്നെ വരാം ഞാൻ. എന്റെ വീട് ഈ കാറൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലം ഉഗാണ്ടയിലാണോ? കാലത്ത് പോയ ഗോവിന്ദമ്മാമയെ അമ്മയും പ്രഭാകരൻ ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ. ഞാനൊന്ന് അന്വേഷിച്ചിറങ്ങിയാലോ? എവിടെ പോയി കിടക്കുന്നു ഇവര്? ആകപ്പാട് മനസ്സിനൊരു സമാധാനം തോന്നുന്നില്ല. ഏട്ടൻ എന്തിനെങ്ങനെ വെപ്രാളപ്പെടണേ? അവര് വന്നോളും. ഒന്ന് സ്വസ്ഥായിട്ടിരിക്കണ്ടേ ഏട്ടാ. ആ ശങ്കരൻകുട്ടി മാഷ് ഇടഞ്ഞോന്ന് എനിക്ക് പേടി. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളാണ് അയാള്. ഇക്കുറി വാക്ക് മാറിയാ കുത്തി കീറി കുടലെടുക്കും ഞാൻ. വേദാന്തം മാത്രമല്ല, വേണ്ടി വന്ന ഇത്തിരി പോക്രിത്തരോ എനിക്കറിയാതെ ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. അല്ല എന്താ 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 ഉണ്ടായത്? എന്താ ഉണ്ടായെന്നാ ചോദിച്ചേ? നീയെങ്കിലും ഒന്ന് കാര്യം പറ പ്രഭാകര. സമ്മതമല്ലേ അവർക്ക് ഈ കല്യാണത്തിന്? സമ്മതാണ്. പിന്നെ ആ ചടങ്ങില്, ആ പന്തലില് നീ ഉണ്ടാവാൻ പാടില്ലാത്രേ. ശടിച്ചു പറഞ്ഞു ശങ്കരൻകുട്ടി മാഷ്. ആ ഇത്രയുള്ള കാര്യം ഞാൻ ഉണ്ടാവില്ല, ഞാൻ നിൽക്കണില്ല. നമ്മുടെ കുട്ടിക്ക് ഒരു നല്ല കാര്യം ഉണ്ടാവുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല വെച്ചാലും ഞാൻ ഇവിടെ ഉണ്ടാവില്ല. എന്താ പോലെ ഗോവിന്ദമാമേ? വേണ്ട, എന്റെ ഏട്ടനില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. എന്റെ ഏട്ടൻ പങ്കെടുക്കാൻ പാടില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. മോളെ, അങ്ങനെ ഒന്നും പറയരുത്. ഇല്ല ഏട്ടാ, എന്റെ ഏട്ടനെ വേദനിച്ചിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. സമ്മതിക്കില്ലേ ഞാനതിന്? ഞാൻ പറയണത് കേൾക്കണം എന്റെ മോള്. വാ, ആ വിദ്യാസുരൻ ശങ്കരൻകുട്ടി മാഷ് പറഞ്ഞു വെച്ചിട്ട് ഇല്ലാണ്ടായി പോണതാണോ ഞാനും നീയും തമ്മിലുള്ള രക്തബന്ധം? സമ്മതിക്കണം. ഏത് നിമിഷവും പാളം തെറ്റിയേക്കാവുന്ന ഒരു മനസ്സാണ് ഈ ഏട്ടൻ്റെത്. അത് നീ മറക്കരുത്. ഈ കല്യാണത്തിന് എന്റെ മോള് സമ്മതിക്കണം, സമ്മതിക്കണം, സമ്മതിക്കണം. ഏയ്